എല്ലാവർക്കും മല്ലവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാൽ സലാം, വിലായത്ത് ബുദ്ധ, പാത്ത് എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ലാൽ സലാം എന്നൊരു തമിഴ് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. രജനീകാന്ത്, വിഷ്ണു വിശാൽ, വിക്രാന്ത് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സൺനെസ്റ്റ് ആണ് ലാൽ സലാമിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിൽ ലാൽ സലാമിൻ്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് അവേ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ബ്രിട്ടീഷ് ഹൊറർ കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഗെറ്റ് അവേയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാത്ത് എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ പാത്ത് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ OTT ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദൃഢം എന്ന സിനിമയെ പറ്റിയാണ്. ഷൈനികൻ നായകനായ ഒരു ഫാമിലി ഡ്രാമ സിനിമയാണ് ദൃഢം. ഇപ്പോഴിതാ ദൃഢത്തിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ദൃഢത്തിൻ്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദൃശ്യം 3 എന്ന സിനിമയെ പറ്റിയാണ്. ഫാമിലി മൂവിയാണ് ദൃശ്യം 3. ജിത്തു ജോസഫ് സംവിധാനം ദൃശ്യം 3യുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴും ഈ ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം തന്നെ ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ദൃശ്യം 3യുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ ആദ്യ വാരം തന്നെ ദൃശ്യം 3യുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അതിരടി എന്ന സിനിമയെ പറ്റിയാണ്. മലയാള ആക്ഷൻ കോമഡി സിനിമയാണ് അതിരടി. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സോണി ലീവിൽ ജൂൺ 19 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അഗ്ലി സ്റ്റോറി എന്ന തെലുങ്ക് സൈക്കോളജിക്കൽ റൊമാൻറ്റിക് ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂൺ 26 ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.